ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ വ്യാഴാഴ്ചയെ മനോഹരമാക്കുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ധ്യാനിക്കുമ്പോഴാണ്. വിശുദ്ധ കുർബാന, പരിശുദ്ധമായ പൗരോഹിത്യം, ശുശ്രൂഷ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കൽപ്പന. ഈ 3നെയും ഒറ്റ വാക്കിൽ ഒതുക്കിയാൽ സ്നേഹം, സ്നേഹം, സ്നേഹം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇന്ന് നാം ധ്യാനിക്കേണ്ട സുവിശേഷ ഭാഗം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വചനങ്ങളാണ്. ഇവിടെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ മണിക്കൂർ 13-ാം അധ്യായത്തോടു കൂടെ തുടങ്ങുകയാണ്. പാദം കഴുകുന്നതിലൂടെ ഈശോ പരമമായ സ്നേഹം പ്രകടിപ്പിച്ചു എന്ന് യോഹന്നാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ ചിന്തകൾ അനുസരിച്ച് പ്രധാനമായും 3 കാര്യങ്ങളിലൂടെ ഒരു സത്യം വെളിപ്പെടുത്തുന്നതായിട്ട് സുവിശേഷത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട്, യേശു തൻ്റെ മരണ ഉത്ഥാനത്തിലൂടെ തൻ്റെ സ്നേഹം പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നു. രണ്ടാമതായി, 6-ാം അധ്യായത്തിൽ അപ്പം ഭക്ഷിക്കൽ പ്രതീകത്തിലൂടെ തൻ്റെ ശിഷ്യർക്ക് തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കാൽ കഴുകൽ പ്രതീകത്തിലൂടെ തൻ്റെ സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ പാദം കഴുകൽ ഇന്ന് നാം ധ്യാന വിഷയമാക്കുകയാണ്. 13-ാം അധ്യായം 1-ാം വാക്യം യേശു തനിക്ക് സ്വന്തമായുള്ളവരെ അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുകയാണ്. തേലോസ് എന്ന ഗ്രീക്ക് വാക്കിനർത്ഥം അവസാനം, എന്നും പൂർണ്ണത എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഏയിസ് തേലോസ് എന്ന ഗ്രീക്ക് ശൈലിയുടെ അർത്ഥം തൻ്റെ ജീവിത അവസാനം വരെ യേശു തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തി എന്നാണ്. അവസാനം വരെ എന്ന വാക്ക് യേശുവിൻ്റെ മനോഹരമായ സ്നേഹത്തെ കുറിക്കുകയാണ്. അത് അതിരില്ലാത്ത സ്നേഹമാണ്, അളവില്ലാത്ത സ്നേഹമാണ്. പാദം കഴുകൽ എന്നാൽ യേശുവിൻ്റെ ബലിപരമായ സ്നേഹത്തിൻ്റെ മരണത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. കാൽപാദങ്ങൾ കഴുകുക എന്നത് പെസഹ ആഘോഷത്തിലെ ഒരു മതാനുഷ്ഠാനമായിരുന്നില്ല. ആരെങ്കിലും വീട്ടിൽ പ്രവേശിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. യഹൂദരുടെ പതിവനുസരിച്ച് കാൽ കഴുകൽ നടത്തിയിരുന്നത് വിജാതീയരായ അടിമകളായിരുന്നു. യഹൂദരായ അടിമകൾ ഒരിക്കലും തന്നെ ഇത് ചെയ്തിരുന്നില്ല. യേശു മേൽവസ്ത്രം മാറ്റുകയും അരയിലൊരു കച്ച ചുറ്റുകയും ചെയ്തുകൊണ്ട് ഒരു അടിമയുടെ വസ്ത്രം സ്വീകരിക്കുകയായിരുന്നു. ആ വേഷമാകട്ടെ യഹൂദ സമൂഹത്തിലും വിജാതീയ സമൂഹത്തിലും അവജ്ഞയോടെ വീക്ഷിച്ചിട്ടുള്ളതായിരുന്നു. അവരവജ്ഞയോടെ കണ്ടിരുന്ന ഒരു വേഷമായിരുന്നു. കാൽപാദങ്ങൾ കഴുകി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്ന വസ്തുത ഓർമ്മപ്പെടുത്തുകയാണ്. യേശു സ്വയം ശൂന്യവൽക്കരിച്ച് ഒരടിമയുടെ രൂപം സ്വീകരിച്ചു എന്നാണ് അവിടെ പറയുക. യേശുവിൻ്റെ സ്വയം ശൂന്യവൽക്കരണം കുരിശുമരണത്തിൻ്റെ അതിൻ്റെ പരമകോടിയിലെത്തി. മരണം വരെ, കുരിശുമരണം വരെ അവിടുന്ന് അനുസരണയുള്ളവനായി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കും. യോഹന്നാൻ 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തിരിച്ചെടുക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിക്കുന്നു. അങ്ങനെ യേശു തൻ്റെ ശിഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ പാരമ്യം പ്രതീകാത്മകമായി പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. അവിടുന്ന് അവരെ മരണം വരെ സ്നേഹിക്കുന്നു. യേശു ശിഷ്യന്മാരെ ബലിപരമായ തൻ്റെ രക്തം കൊണ്ട് വിശുദ്ധീകരിച്ചു. 1 യോഹന്നാൻ 1:7. ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയത് ആ വിശുദ്ധീകരണം സൂചിപ്പിക്കുന്ന കർമ്മമാണ്. അതുകൊണ്ട് യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി നടത്തിയത് അവിടുത്തെ രക്ഷാകരമായ കുരിശുമരണത്തിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കരുതാം. സ്വയം ശൂന്യനായി, ചെറുതായി പാദം കഴുകലിലൂടെ അവൻ നമുക്കായി സ്നേഹമായി മരിക്കുകയാണ്. മനോഹരമായ ഇന്നത്തെ ദിവസത്തിലെ മറ്റൊരു പ്രത്യേകത ഇതാണ്: പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. ബെനഡിക്ട് പാപ്പ ഇപ്രകാരം പറയും: സ്നേഹത്തിൻ്റെ കൂദാശയാണ് ദിവ്യകാരുണ്യം. ദൈവത്തിൻ്റെ ഒരിക്കലും അടങ്ങാത്ത, അതിരില്ലാത്ത സ്നേഹമാണ് അവൻ്റെ തിരുശരീര രക്തത്തിലൂടെ അവൻ പ്രകടിപ്പിച്ചത്. അതിൻ്റെ പൂർത്തീകരണം നാളെ നാം കാൽവരിയിൽ പൂർത്തിയാകലിൻ്റെ അനുസ്മരണം പ്രഖ്യാപിക്കും. പരിശുദ്ധ കുർബാന ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിക്കാം. 2-ാം വത്തിക്കാൻ കൗൺസിൽ ലൂമൻ ജെൻസിയും നമ്പർ 11 ഇപ്രകാരം പറയും: ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും പരമകോടിയും ദിവ്യകാരുണ്യമാണ്. ആ ദിവ്യകാരുണ്യനാഥനിൽ പൂർണ്ണമായിട്ട് നിന്നെ തന്നെ സമർപ്പിക്കാൻ നിനക്ക് കഴിയട്ടെ. മറ്റൊരു വിശുദ്ധമായിട്ടുള്ള കൂദാശയാണ് പൗരോഹിത്യം. ഇന്ന് പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ട ഒരു ദിനമാണ്. സ്നേഹത്തിൻ്റെ കൽപ്പന
ശുശ്രൂഷ ജീവിക്കലാണ് കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ജോൺ മേരി വിയാനി ഇപ്രകാരം പറയും: ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ് പൗരോഹിത്യം. ക്രിസ്തു സ്നേഹത്തിൽ നിലനിൽക്കാൻ എല്ലാ പുരോഹിതർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിനാടാ ചൊക്കരെ നീ അച്ഛനാകാൻ പോയത് എന്ന ലോകത്തിൻ്റെ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഒരു പുരോഹിതന് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലെ സ്നേഹം അനുഭവിക്കലാണ് പൗരോഹിത്യം. കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ ഈ വലിയ വ്യാഴാഴ്ച മനോഹരമാക്കാൻ സ്നേഹത്തെ മനസ്സിരുത്തി ഒന്ന് ധ്യാനിച്ചാൽ മതി. സ്നേഹം, സ്നേഹം, സ്നേഹം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.